AKSTU കാഞ്ഞങ്ങാട് DEO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് കേന്ദ്ര കേരള സർക്കാരുകൾ പിന്മാറുക, വർഗീയതയിലൂന്നിയ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, 5 വർഷ തത്വം പാലിച്ച് 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. ധർണാ സമരം AKSTU സംസ്ഥാന സെക്രട്ടറി K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത്, എന്നാൽ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത് ഹിന്ദുക്കൾക്ക് മാത്രം ജീവിക്കുന്ന, ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു രാജ്യമാക്കി മാറ്റാൻ, അവരുടെ മാത്രം ഒരു പ്രദേശമാക്കി മാറ്റുന്ന രീതിയിലേക്ക് വർഗീയ അജണ്ടകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ആശങ്കപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് നേടിയെടുത്ത സർവ്വവിധ പുരോഗമന കാര്യങ്ങളെയും പിന്നോട്ടടുപ്പിക്കുന്ന കാര്യങ്ങളാണ് പോകുന്നത്. ഇരുണ്ട യുഗം എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തിൽ ഇരുണ്ട യുഗം പഠിച്ചതും പഠിപ്പിച്ചവരുമാണ്. അങ്ങനെ ഇരുണ്ട മുൻകാലങ്ങളെ പോലെയുള്ള കാലത്തേക്ക് ജനാധിപത്യത്തിന്റെ വിശ്വാസങ്ങളൊന്നും പാലിക്കപ്പെടാത്ത അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് പറയാനുള്ളത്. ആ കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭാഗമായിട്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എന്താ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ജില്ലാ പ്രസിഡന്റ് രാജേഷ് ഓൾനരിയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിനയൻ കല്ലത്ത്, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം CK ബിജുരാജ്, സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ നായർ, സുനിൽകുമാർ കരിച്ചേരി, TA അജയ്കുമാർ, A സജിയൻ എന്നിവർ സംസാരിച്ചു. KVO പ്രതീഷ്, K ശിശുപാലൻ, KP പ്രശാന്ത് കുമാർ, A സുനിത, K നയനകുമാരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.